ഹരേ കൃഷ്ണ. തുലാം രാശി രാശിചക്രത്തിലെ 7ാമത്തെ രാശിയാണ് തുലാം രാശി, ലിബ്ര. രാശിയുടെ സ്വാമി വീനസ് എന്ന് പറയുന്നത് ശുക്രൻ. 2025 മുതൽ 2030 വരെ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ പ്രവചനം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങളും അതുപോലെ തന്നെ ഒരു വാസ്തു ടിപ്പും ഉണ്ടായിരിക്കും. വ്യാഴത്തിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ മെയ് 2026 വരെ 9ാം ഭാവത്തിൽ. 9ാം ഭാവം ഭാഗ്യത്തിൻ്റെ, യാത്രയുടെ, നേട്ടത്തിൻ്റെ ഒക്കെയാണ്. നിങ്ങൾ കുറേ കാലമായി എന്തെങ്കിലും കാര്യത്തിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ എങ്കിൽ ഈ സമയം ആ റിസൾട്ട് നിങ്ങൾക്ക്, അത് വിജയകരമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വിജയവും പേരും പെരുമയും നേട്ടങ്ങളും ഒക്കെ കിട്ടും ഈ സമയം. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 1ാം ഭാവത്തിൽ. 1ാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ചന്ദ്രൻ്റെ കൂടെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ. അപ്പോൾ ഈ സമയം നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൂട്ടുന്നതിനും അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു മെച്യൂരിറ്റിയൊക്കെ വരുന്നതിനുമുള്ള സാഹചര്യം സൃഷ്ടിക്കും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5ാം ഭാവത്തിൽ. സന്താനസുഖം. സന്താനം ഇല്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിനും സന്താനം ഉള്ളവർക്ക് അവരിൽ നിന്നും നല്ല അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതിനുമുള്ള സമയം. നിങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയം. പക്ഷേ ലവ് റിലേഷൻ ഇല്ലാത്തവർക്ക് ഈ സമയം അത് പുതിയ ഒരു ബന്ധം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം ഉണ്ട്. മെയ് 2026 മുതൽ മെയ് 2027 വരെ വ്യാഴം 10ാം ഭാവത്തിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതാണ്. 12 വർഷങ്ങളിൽ ഒരു വർഷമാണ് ഈ ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം എല്ലാവരുടെയും രാശിചക്രത്തിൽ വരുന്നത്. 12 വർഷത്തിൽ ഒരു പ്രാവശ്യം. അപ്പോൾ അത് ഈ സ്ഥാനത്താണ്. ഈ തുലാം രാശിക്കാർക്ക് ഈ സമയമാണ് 2026 മുതൽ 2027 വരെയാണ് ആ സമയം. അപ്പോൾ ഈ സമയം നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൂട്ടുന്നതിനും കോൺഫിഡൻസ് ഒക്കെ കൂട്ടുന്നതിനും നിങ്ങളിൽ ഒരു ഹൈ പോസിറ്റീവ് എനർജി, വളരെ സാഹസികതയൊക്കെ വരുന്നതിനുള്ള സമയമാണ്. ഉയർന്ന സ്ഥിതിയിൽ നിങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ട്രാൻസ്ഫർ, ഉയർന്ന പദവിയിലുള്ള ജോലി കിട്ടുന്നതിനുള്ള സാധ്യതയും ഈ സമയം ഉണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 4ാം ഭാവത്തിൽ. നിങ്ങളുടെ മാതാവിന് ആരോഗ്യപരമായോ മാനസികപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറുന്നതിനുള്ള സമയം. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 6ാം ഭാവത്തിൽ വരുന്നു. ശത്രുക്കൾ ഉണ്ടാകാൻ വളരെയേറെ സാധ്യതയുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ഉയർന്ന ഒരു സ്ഥാനത്ത് വരുമ്പോൾ ശത്രുക്കൾ തീർച്ചയായും ഉണ്ടാവും. അപ്പോൾ ഈ സമയം നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് 2027 മുതൽ 2028 വരെ വ്യാഴം 11ാം ഭാവത്തിൽ. സന്താന സൗഭാഗ്യത്തിനുള്ള സമയം. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട, മെയ് 2028 മുതൽ മെയ് 2029 വരെ വ്യാഴം 12ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ വളരെയേറെ ശ്രദ്ധിക്കുക. കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. നോൺ വെജ് കഴിക്കുന്നവരൊക്കെ മിതമായ രീതിയിൽ നോൺ വെജ് കഴിക്കാൻ നോക്കുക. ആഹാരത്തിൽ തീർച്ചയായും ഒരു ശ്രദ്ധ വേണം. ഇനിയും ശനിയുടെ ഗോചരം നോക്കാം. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2028 വരെ ശനിദേവ് 6ാം ഭാവത്തിലാണ്. വലിയ ഒരു മാറ്റം തന്നെ കൊണ്ടുവരും. 6ാം ഭാവം എന്ന് പറയുന്നത് കടത്തിൻ്റെ, രോഗത്തിൻ്റെ, ശത്രുവിൻ്റെ ആണ്. ഈ 3 കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരികയും പക്ഷേ അതിൽ നിന്നും ഒക്കെ ഒന്ന് പുറത്തു കടക്കുകയും വരുന്നതിനുള്ള സാഹചര്യമാണ്. ലോണൊക്കെ സാങ്ഷൻ ചെയ്യുവാനുള്ള സമയം. ശത്രുക്കൾ ഉണ്ടാവും, അതും ശ്രദ്ധിക്കുക. ശനിദേവിൻ്റെ ദൃഷ്ടി 12ാം ഭാവത്തിൽ. നിങ്ങൾക്ക് വിദൂര യാത്രയ്ക്ക് ഉള്ള സമയം. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും ഏതെങ്കിലും വിധത്തിലുള്ള സമ്പത്ത് കിട്ടുന്നതിനുള്ള സാധ്യത. ശനിയുടെ ദൃഷ്ടി 3ാം ഭാവത്തിൽ വരുന്നു.
അയൽക്കാരുമായി ചെറിയ പിണക്കത്തിനുള്ള ഒരു സാഹചര്യം, അതുപോലെ തന്നെ അയൽക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതിനുള്ള ഒരു സമയമാണ്. ദൃഷ്ടി 8-ാം ഭാവത്തിൽ വരുമ്പോൾ നിങ്ങളിൽ ഒരു ഡീപ്പ് നോളജ് കിട്ടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കും. ഫെബ്രുവരി 2028 മുതൽ 2030 വരെ ശനി 7-ാം ഭാവത്തിൽ നീചസ്ഥിതിയിൽ, അതും 30 വർഷങ്ങൾക്ക് ശേഷമാണ് നീചസ്ഥിതിയിൽ 7-ാം ഭാവത്തിൽ നിങ്ങൾക്ക് ശനിദേവ് വരുന്നത്. ഈ സമയം പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. പുതിയതായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ ധൃതി പിടിച്ച് ഒരു കാര്യവും ചെയ്യാതിരിക്കുക. എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. ശനിയുടെ ദൃഷ്ടി 1-ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങളിലുള്ള പിടിവാശിയൊക്കെ ഒന്ന് കുറയ്ക്കുക. ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ ഒക്കെ വരാനുള്ള സമയം. ചെറിയ കാര്യങ്ങളെ ചൊല്ലി വീട്ടിൽ കലഹം ഉണ്ടാകാനുള്ള സാധ്യത. ചെറിയ കാര്യങ്ങളെ ചിന്തിച്ച് അതിനെ നിങ്ങൾക്ക് തന്നെ ഒരു ഡിപ്രഷൻ വരുമോ എന്നുള്ളൊരു സാധ്യത വരാം. അതുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യാതിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ പിതാവുമായിട്ട് കലഹം ഉണ്ടാകാതെ വളരെയേറെ ശ്രദ്ധിക്കുക. രാഹുവിൻ്റെ ഗോചരം നോക്കാം. മെയ് 2025 മുതൽ ഡിസംബർ 2026 വരെ രാഹു 5-ാം ഭാവത്തിൽ. ഈ സമയം സ്നേഹബന്ധത്തിൽ ഉള്ളവർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സ്നേഹബന്ധം ഒരേ സമയത്ത് ചെയ്യുന്നതിനുള്ള ഒരു സമയം, ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് കുറച്ച് മടിയൊക്കെ വരാനുള്ള സമയം. അപ്പോൾ വിദ്യാർത്ഥികൾ കെയർഫുള്ളായിട്ട് ഇരിക്കുക. മടിയൊക്കെ മാറ്റി നല്ല രീതിയിൽ പഠിക്കുക. ഡിസംബർ 2026 മുതൽ ജൂൺ 2028 വരെ രാഹു 4-ാം ഭാവത്തിൽ വരുന്നു. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ചൊരു അസംതൃപ്തി വരുന്നതിനുള്ള സമയമാണ്. എന്താണെന്നാൽ കേതു 10-ാം ഭാവത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഡിസംബർ 2026 ജോലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തതിനുള്ള ഒരു സാഹചര്യം, അത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഈ സമയം വരുന്നതിനുള്ള സമയമുണ്ട്. അതുപോലെ തന്നെ ഓഫീസോ വീടോ ഒക്കെ പുതുക്കി പണിയുന്നതിനുള്ള ഒരു സാഹചര്യം ഈ സമയത്ത് ഉണ്ടാകാം. ജൂൺ 2028 മുതൽ 1.5 വർഷത്തേക്ക് രാഹു 3-ാം ഭാവത്തിൽ. ഈ സമയം നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ കോൺഫിഡൻസ്, ഒരു പോസിറ്റീവ് എനർജി എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും. എവിടെ കൈവച്ചാലും അത് നിങ്ങളുടേതാകുന്ന ഒരു സമയം. അത് എൻജോയ് ചെയ്യുക. ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. മാതാപിതാക്കളെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ ശുക്രൻ്റെ ബീജമന്ത്രം 108 തവണ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഹനുമാൻ ചാലീസ ഡെയിലി, അതുപോലെ തന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജലാർപ്പണം ചെയ്യുക. ഈ റെമഡീസൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വാസ്തു ടിപ്പ്. നിങ്ങളുടെ വീട്ടിലെ ചൂല് വാസ്തുപരമായി എവിടെ വയ്ക്കാം? തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നിങ്ങൾക്ക് ചൂല് വയ്ക്കാവുന്നതാണ്. ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കാതിരിക്കുക. ഓക്കെ. അതുപോലെ തന്നെ ബ്രഹ്മസ്ഥാനവും ഒഴിവാക്കേണ്ടതാണ്. ചൂല് വെക്കേണ്ടപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കുത്തി നിർത്താതെ നിലത്ത് കിടക്കുന്ന വിധത്തിൽ വെക്കുക. പുറത്തു നിന്നും ആര് വന്നാലും അത് കാണാത്ത രീതിയിലുള്ള സ്ഥലത്ത് വേണം വയ്ക്കുവാൻ. അതുപോലെ തന്നെ സൂര്യ അസ്തമയത്തിന് ശേഷം വീട് ക്ലീൻ ചെയ്യാതെ ഇരിക്കുക. അതിനു മുമ്പ് രാവിലെ വീട് ക്ലീൻ ചെയ്യുന്നതിനാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കഷ്ടങ്ങൾ, നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരും. എല്ലാവർക്കും കഷ്ടങ്ങൾ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യിപ്പിക്കേണ്ടതാണ്. നിങ്ങളുടെ കൂടുതൽ ഒരു 100% വാസ്തു ഒരു വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും നിങ്ങളുടെ 4 കോർണറും ശരിയാണെങ്കിൽ ആ വീട്ടിൽ നല്ല രീതിയിൽ നമുക്ക് കഷ്ടതകളൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നതാണ്.
അപ്പോൾ തീർച്ചയായും എല്ലാവരും നിങ്ങളുടെ വാസ്തു ചെക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ പുതിയ വീട്ടിലോട്ട് താമസം മാറിയതിന് ശേഷം അല്ലെങ്കിൽ പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു താമസിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കുണ്ടായിരുന്ന ആ സമ്പൽ സമൃദ്ധിയും ഒക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വാസ്തു അത്രയും ശരിയാണോ ഇല്ലയെന്ന്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു.